Good morning all. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ലേഷൻ ആണ്. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RNAയിൽ നിന്നും പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുക. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ ഫ്രം RNA. ഇനി അതിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്കൊരു 7 റിക്വയർമെന്റ് ആണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. സോ ഫസ്റ്റ് വൺ ഇസ് അമിനോ ആസിഡ്. Second one is mRNA. So mRNA stands for messenger RNA. Third one is tRNA, that is transfer RNA. And fourth one is an active ribosome. Fifth one, protein factors. Sixth one, or enzyme ആണ്. ആ എൻസൈമിന്റെ പേര് amino acyl tRNA synthetase. And the last one is ATP അല്ലെങ്കിൽ GTP for energy purpose. ഇനി നമുക്ക് mRNAയുടെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ mRNA സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. അത് റൺ ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5' to 3' end ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് വരുന്നത് tRNA ആണ്. tRNA സ്റ്റാൻഡ്സ് ഫോർ ട്രാൻസ്ഫർ RNA. ഇപ്പം tRNAയുടെ സ്ട്രക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനൊരു ലോഗോ ഷേപ്ഡ് ആണ് tRNA എന്ന് പറയുന്നത്. സോ അത് റൺ ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് 3' to 5' ആണ്. സോ ഹിയർ mRNA റൺ ചെയ്യുന്നത് 5' to 3' ഡയറക്ഷനിലാണെങ്കിൽ tRNA റൺ ചെയ്യുന്നത് 3' to 5' എൻഡിലേക്കായിരിക്കും. ഇനി mRNAയിൽ നമുക്ക് കോഡോൺസിനെ കാണാൻ കഴിയുമ്പോഴത്തേക്കും ഈ ആന്റി കോഡോൺ ആം പ്രസന്റ് ആയിട്ടുള്ളത് tRNAയിലാണ്. ഇനി നമുക്ക് ആക്റ്റീവ് റൈബോസോമിനെ കുറിച്ച് നോക്കാം. അപ്പം 2 തരത്തിലുള്ള റൈബോസോംസ് പ്രസന്റ് ആണ്. ഒന്ന് യൂക്കാരിയോട്ടിക് റൈബോസോംസും പ്രോകാരിയോട്ടിക് റൈബോസോംസും. യൂക്കാരിയോട്ടിക് റൈബോസോംസ് എന്ന് പറയുന്നത് 80s പ്രോകാരിയോട്ട് റൈബോസോംസ് എന്ന് പറയുന്നത് 70s ആണ്. സോ യൂക്കാരിയോട്സിലെ സ്മോളർ സബ് യൂണിറ്റ് 40s ഇതിന്റെ ലാർജർ സബ് യൂണിറ്റ് 60s. ഇത് രണ്ടുകൂടെ ചേരുന്നതാണ് യൂക്കാരിയോട്ടിക് റൈബോസോം 80s എന്ന് പറയുന്നത്. ഇനി പ്രോകാരിയോട്ട് റൈബോസോംസ് എന്ന് പറയുന്നത് സ്മോളർ സബ് യൂണിറ്റ് 30s ലാർജർ സബ് യൂണിറ്റ് 50s. ഇത് രണ്ടുകൂടെ ചേർന്ന് ആക്റ്റീവ് ഫോം ഓഫ് പ്രോകാരിയോട്ടിക് റൈബോസോം എന്ന് പറയുന്നത് 70s ആണ്. ഇനി ഈ ആക്റ്റീവ് റൈബോസോം എന്ന് പറയുന്നത് ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഉള്ളിലായിട്ട് 3 സൈറ്റ് ഫോം ചെയ്യും. ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് എ സൈറ്റ്, സെക്കൻഡ് എന്ന് പറയുന്നത് പി സൈറ്റ്, മൂന്നാമത്തത് ഇ സൈറ്റ്. അപ്പൊ അതില് ഇ എന്ന് പറയുന്നത് എക്സിറ്റ് സൈറ്റ്, ഇയുടെ ഫുൾ ഫോം ആണ് എക്സിറ്റ് സൈറ്റ്. പി എന്ന് പറയുന്നത് പെപ്റ്റിഡൈൽ സൈറ്റ്, എ എന്ന് പറയുന്നത് അമിനോ അസൈൽ സൈറ്റ്. അപ്പം ഇവിടെ ഈ പി സൈറ്റ് എന്ന് പറയുന്ന പെപ്റ്റിഡൈൽ സൈറ്റില് അവിടെയാണ് പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. അതായത് 2 അമിനോ ആസിഡ്സ് കമ്പൈൻ ചെയ്യുന്നിടത്താണ് ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. സോ ആ പ്രോസസ്സ് നടക്കുന്ന സൈറ്റാണ് പി സൈറ്റ് അല്ലെങ്കിൽ പെപ്റ്റിഡൈൽ സൈറ്റ് എന്ന് പറയുന്നത്. ഇനി എ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിനോ അസൈൽ സൈറ്റ് ആണ്. അതായത് അമിനോ അസൈൽ tRNA എന്ന് പറയുന്ന ഒരു സാധനം ഒന്ന് ബൈൻഡ് ചെയ്യുന്ന പൊസിഷനാണ് എ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എ സൈറ്റ് അല്ലെങ്കിൽ അമിനോ അസൈൽ സൈറ്റ്. സോ നമുക്കിനി ആദ്യത്തെ സ്റ്റെപ്പ് ഡിസ്കസ് ചെയ്യാം. സോ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ടിവേഷൻ ആണ്. ഇവിടെ ആക്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമിനോ ആസിഡിനെ ആക്ടിവേറ്റ് ചെയ്യുക, എന്നിട്ട് ആ ആക്ടിവേറ്റ് ചെയ്ത അമിനോ ആസിഡിനെ tRNAയുടെ 3' എൻഡിൽ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യും. സോ അതിന് നമ്മൾ ആദ്യം ഒരു അമിനോ ആസിഡ് എടുക്കാം. അപ്പം ഏത് അമിനോ ആസിഡ് വേണേലും എടുക്കാം. ഇപ്പൊ ഇവിടെ സ്പെസിഫിക് ആയിട്ടുള്ള എ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അമിനോ ആസിഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. എയുടെ ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. സോ ഈ അമിനോ ആസിഡിനെ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ എൻസൈമിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യാം. അപ്പം ഈ എൻസൈമിന്റെ പേര് അമിനോ അസൈൽ tRNA സിന്തറ്റേസ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തപ്പോൾ റിക്വയർമെന്റ്സിൽ വരുന്ന ഒരു എൻസൈമാണ് ഈ അമിനോ അസൈൽ tRNA സിന്തറ്റേസ്. സോ ആ എൻസൈമിനെ നമ്മൾ ഷോർട്ട് ഫോമിൽ റെപ്രസെന്റ് ചെയ്യണത് ക്യാപിറ്റൽ ലെറ്റർ ഇനെ ഒരു സർക്കിളിനകത്ത് ആണ് ഈ റെപ്രസെന്റ് ചെയ്യണേ. അപ്പൊ അത് ഇൻഡിക്കേറ്റ് ചെയ്യണത് ദിസ് ഇസ് അമിനോ അസൈൽ tRNA സിന്തറ്റേസ്. സോ ഹിയർ നമ്മളൊരു ATP ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ATP ഹൈഡ്രോളൈസ് ചെയ്ത് AMP പ്ലസ് PPA ആയി മാറുന്നുണ്ട്. സോ ഇനി ഇവരെല്ലാവരോടും റിയാക്ട് ചെയ്യും. അത് ഈ AMP, ഈ അമിനോ ആസിഡ്, അതുപോലെ ഈ എൻസൈം, ഇത്രയും ആൾക്കാരും കൂടെ ചേർന്നിട്ട് അവിടെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യാണ്. അതായത് ഈ റെപ്രസെന്റ് ചെയ്യണത് അമിനോ അസൈൽ tRNA സിന്തറ്റേസ്, then from this ATP ഹൈഡ്രോളൈസ് ചെയ്ത് കിട്ടിയ AMP, then ഈ അമിനോ ആസിഡ്. ഓക്കെ, ഇവർ 3 പേരും കൂടെ ചേർന്നിട്ട് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യാണ്. സോ ദിസ് ഈസ് ദി ആക്റ്റീവ് അമിനോ ആസിഡ്. ഇനി ഈ ആക്ടിവേറ്റ് ചെയ്ത അമിനോ ആസിഡിനെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു tRNAയിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, tRNA runs in the direction
3' to 5'. അപ്പോൾ അതിൽ ഈ 3' എൻഡിൽ കൊണ്ടുപോയിട്ട് ഈ ആക്ടിവേറ്റ് ചെയ്ത അമിനോ ആസിഡിനെ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ 3' എൻഡിന്റെ ഈ ഭാഗത്തായിട്ട് അമിനോ ആസിഡിനെ നമ്മൾ ആഡ് ചെയ്യും. സോ നമ്മുടെ കയ്യിൽ ബാക്കി വരുന്നത് ഈ എൻസൈമും ഈ AMP, അതായത് അഡിനോസിൻ മോണോഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ രണ്ടാൾക്കാരും അടുത്ത സ്റ്റെപ്പ് വരുമ്പോഴത്തേക്കും സെപ്പറേറ്റ് ആയിട്ട് പോകും. സോ ഈ ആക്ടിവേഷൻ സ്റ്റെപ്പിന്റെ ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അമിനോ അസൈൽ tRNA ആണ്. സോ നമ്മൾ ആദ്യം ഒരു എൻസൈം യൂസ് ചെയ്തായിരുന്നു, അമിനോ അസൈൽ tRNA സിന്തറ്റേസ്. സോ അതിലെ ആ സിന്തറ്റേസ് എന്ന് പറഞ്ഞ ടേം മാറ്റി കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന പേരാണ് ഈ അമിനോ അസൈൽ tRNA എന്ന് പറഞ്ഞത്. ഇനി ഈ അമിനോ അസൈൽ tRNA ആണ് അടുത്ത ഇനീഷ്യേഷൻ സ്റ്റെപ്പിലേക്ക് അത് പോകുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ഇനീഷ്യേഷൻ സ്റ്റെപ്പ്. സോ ഇനീഷ്യേഷൻ സ്റ്റെപ്പിൽ ഒരു ടെർണറി കോംപ്ലക്സ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. ടെർണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 യൂണിറ്റ് ചേരുന്നതാണ് ടെർണറി. സോ ഇതിൽ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് EIF ആണ്, സെക്കൻഡ് യൂണിറ്റ് GTP, മൂന്നാമത്തത് അമിനോ അസൈൽ tRNA. സോ ഈ അമിനോ അസൈൽ tRNA എന്ന് പറയുന്നത് ഇതിന്റെ മുന്നത്തെ ആക്ടിവേഷൻ സ്റ്റെപ്പിൽ നിന്നും കിട്ടിയതാണ്. GTP എന്ന് പറഞ്ഞത് നമ്മൾ റിക്വയർമെന്റിൽ ഓൾറെഡി പറഞ്ഞതാണ്, എനർജി പർപ്പസിന് വേണ്ടിയിട്ടാണ് GTP അല്ലെങ്കിൽ ATP യൂസ് ചെയ്യാം. ദെൻ EIF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E സ്റ്റാൻഡ്സ് ഫോർ യൂകാരിയോട്ടിക് ആൻഡ് IF ഫോർ ഇനീഷ്യേഷൻ ഫാക്ടർ. അപ്പം ഓൾറെഡി നമ്മൾ റിക്വയർമെന്റിൽ കുറെ പ്രോട്ടീൻ ഫാക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പം ഓരോ സ്റ്റെപ്സിലും അതിനാവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യണത് ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പാണ്. സോ ഇനീഷ്യേഷൻ സ്റ്റെപ്പിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ഫാക്ടറിനെയാണ് നമ്മൾ ഇനീഷ്യേഷൻ ഫാക്ടർ അല്ലെങ്കിൽ IF എന്ന് വിളിക്കുന്നത്. ഇനി നമ്മുടെ ഈ പറയുന്ന ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് യൂകാരിയോട്സിലാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് വേണ്ടത് യൂകാരിയോട്ടിക് ഇനീഷ്യേഷൻ ഫാക്ടർ ആയിരിക്കും. ഇനി പ്രോകാരിയോട്സിലാണെങ്കിൽ ഈ സ്മോൾ ലെറ്റർ ഇക്ക് പകരം സ്മോൾ ലെറ്റർ P വരും. ആ P ഇൻഡിക്കേറ്റ് ചെയ്യണത് പ്രോകാരിയോട്ടിനെ ആയിരിക്കും. അപ്പൊ അങ്ങനെ 3 യൂണിറ്റ് ചേരുന്ന ഒരു കോംപ്ലക്സ് ഫോർമേഷൻ ആണ് ഇവിടെ നടന്നത്. ദാറ്റ് ഇസ് EIF പ്ലസ് GTP പ്ലസ് അമിനോ അസൈൽ tRNA. സോ അതിൻ്റെ ഒരു ഡയഗ്രാമാണ് ഈ ടെർണറി കോംപ്ലക്സിന്റെ. സോ ഈ കാണുന്നത് നമ്മുടെ അമിനോ അസൈൽ tRNAയുടെ ആന്റി കോഡോൺ ആം മാത്രമേ നമ്മളിവിടെ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളൂ. ദെൻ കംസ് അവർ GTP. GTP-നെയാണ് ഈ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ദെൻ അവർ EIF അല്ലെങ്കിൽ യൂകാരിയോട്ടിക് ഇനീഷ്യേഷൻ ഫാക്ടർ. സോ ഇത്രയും ചേരുന്നതാണ് നമ്മുടെ ടെർണറി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇനി ഇനീഷ്യേഷനിൽ തന്നെ അടുത്ത സ്റ്റെപ്പ്, അതായത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ഫോം ചെയ്ത് ഈ ടെർണറി കോംപ്ലക്സ് എന്ന് പറയുന്ന ആ കോംപ്ലക്സ് അത് നമ്മുടെ mRNAയുടെ കൂടെയും അതുപോലെ തന്നെ റൈബോസോമിന്റെ സ്മോളർ സബ് യൂണിറ്റ് അതായത് 40S കൂടെ കമ്പൈൻ ചെയ്യാണ്. അതായത് ഈ ടെർണറി കോംപ്ലക്സ് പ്ലസ് mRNA പ്ലസ് റൈബോസോമിന്റെ സ്മോളർ സബ് യൂണിറ്റ് ആയിട്ടുള്ള 40S. അപ്പം ഇവരെല്ലാവരും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് വേറൊരു കോംപ്ലക്സ് ഫോർമേഷൻ നടക്കുകയാണ്. ദാറ്റ് ഇസ് നോൺ ആസ് പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ്. ഇനി ഇതാണ് നമ്മുടെ പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ടെർണറി കോംപ്ലക്സിന്റെ കൂടെ നമ്മുടെ mRNAയും അതുപോലെ തന്നെ റൈബോസോമിന്റെ സ്മോളർ സബ് യൂണിറ്റ് ആയിട്ടുള്ള 40S കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് നമ്മുടെ പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ്. ഇതാണ് നമ്മുടെ ഇനീഷ്യേഷന്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫോം ചെയ്യുന്ന കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇനീഷ്യേഷൻ കോംപ്ലക്സ് ആണ്. അതായത് പ്രീ ഇനീഷ്യേഷൻ കഴിഞ്ഞിട്ടാണ് ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. സോ ഇനീഷ്യേഷൻ കോംപ്ലക്സിന്റെ ഫോർമേഷനിൽ നമ്മുടെ റൈബോസോമിന്റെ ലാർജർ സബ് യൂണിറ്റ് ആയിട്ടുള്ള 60S വന്ന് എങ്ങോട്ടേക്ക് ബൈൻഡ് ചെയ്യും? നമ്മുടെ പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സിലേക്ക് ബൈൻഡ് ചെയ്തിട്ടാണ് ഈ ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യണത്. സോ ഈ 60S എന്ന് പറയുന്ന ലാർജർ സബ് യൂണിറ്റ് ഇവിടെ ഒന്ന് ബൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോ നമ്മൾ ആ ടെർണറി കോംപ്ലക്സിൽ യൂസ് ചെയ്തിരിക്കുന്ന ഈ GTP എന്ന് പറയുന്ന ആള് ഹൈഡ്രോളൈസ് ചെയ്യും. സോ GTP ഹൈഡ്രോളൈസ് ചെയ്ത് കിട്ടുന്ന എനർജി യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഈ 60S ഈ പറയുന്ന കോംപ്ലക്സിലേക്ക് വന്ന് ബൈൻഡ് ചെയ്ത് ഇനീഷ്യേഷൻ കോംപ്ലക്സ് എന്ന് പറയുന്ന ആളെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇനീഷ്യേഷൻ കോംപ്ലക്സ് എന്ന് പറയുന്നത്. സോ ആ ലാർജർ സബ് യൂണിറ്റ് ആയിട്ടുള്ള 60S ഈ പറയുന്ന കോംപ്ലക്സിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും ആക്റ്റീവ് റൈബോസോം ഇവിടെ ക്രിയേറ്റ് ആവുകയാണ്. സോ 60 40 കൂടെ ചേർന്ന് ആക്റ്റീവ് റൈബോസോം ആയിട്ടുള്ള 80S റൈബോസോം അവിടെ സിന്തസൈസ്ഡ് ആയി. അപ്പം ഈ 80S റൈബോസോം എന്ന് പറയുന്നത് നമ്മുടെ യൂകാരിയോട്സിൽ പ്രസന്റ് ആയിട്ടുള്ളതാണ്. സോ ഈ ആക്റ്റീവ് റൈബോസോം ഫോം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിനകത്ത് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്താണ് 3 സൈറ്റ് ഫോം ചെയ്യും. അപ്പം ആദ്യത്തെ സൈറ്റ് എന്ന് പറയുന്നത് ഈ സൈറ്റ് E4 എക്സിറ്റ് സൈറ്റ്, സെക്കൻഡ് എന്ന് പറയുന്നത് P സൈറ്റ് ആണ്, P4 പെപ്റ്റിഡൈൽ സൈറ്റ്, ദെൻ A4 അമിനോ അസൈൽ സൈറ്റ്.
അപ്പം ഇപ്പൊ നമ്മൾ ഈ ഡയഗ്രാം വരച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന TRNA, അതായത് അമിനോ അസൈൽ TRNA. ബാക്കി അവിടെ GTPയുടെ പടം ഇല്ല, അതുപോലെ തന്നെ യൂക്കാരിയോട്ടിക് ഇനീഷ്യേഷൻ ഫാക്ടറിന്റെയും ഡയഗ്രാം അവിടെ കൊടുത്തിട്ടില്ല. അത് ഓൾറെഡി ആ പറയുന്ന ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരും അവിടെ നിന്ന് റിമൂവ് ചെയ്ത് പോവാം. ബാക്കി ഇനി നമ്മുടെ കയ്യിലുള്ളത് ഈ അമിനോ ആസിഡിനെ ക്യാരി ചെയ്യുന്ന TRNA ആണ്. ഇപ്പൊ നിലവിൽ ഈ TRNA എന്നുള്ളത് ആക്ച്വലി ഇപ്പൊ ഏത് സൈറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ P സൈറ്റ് അല്ലെങ്കിൽ പെപ്റ്റിഡൈൽ സൈറ്റിലാണ് ഇത് വന്ന് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പ് ഇലോങ്ങേഷൻ സ്റ്റെപ്പ്. അപ്പം ഈ ഇലോങ്ങേഷൻ സ്റ്റെപ്പിലാണ് ഓരോ അമിനോ ആസിഡ്സും ആഡ് ചെയ്ത് അവിടെ ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. അപ്പം ഇലോങ്ങേഷൻ സ്റ്റെപ്പിൽ തന്നെ നമുക്കൊരു വേറൊരു പ്രോസസ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ സ്റ്റെപ്പിന്റെ പേരാണ് ട്രാൻസ്ലൊക്കേഷൻ. അതായത് ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൈബോസോം ഈ പറയുന്ന mRNAയിലൂടെ മൂവ് ചെയ്യാണ്. അതായത് 5' എൻഡിൽ നിന്നും 3' എൻഡിലേക്കുള്ള റൈബോസോമിന്റെ മൂവ്മെന്റിനെയാണ് ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഈ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. സോ ഈ ഡയഗ്രത്തിനകത്ത് ഇപ്പൊ നമ്മുടെ TRNA, അതായത് അമിനോ അസൈൽ TRNA വന്ന് ബൈൻഡ് ചെയ്തിരിക്കുന്ന പൊസിഷൻ അതായത് എന്ന് പറയുന്നത് AUG ആണ്. ഓക്കെ, അതായത് നമ്മുടെ mRNAയിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു കോഡോൺ ആണ് ആക്ച്വലി AUG എന്ന് പറയുന്നത്. സോ AUG എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റാർട്ട് കോഡോൺ. സോ ഈ AUG എന്ന് പറഞ്ഞ കോഡോൺ കോഡ് ചെയ്യുന്നത് മെത്തിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെയാണ്. ഓക്കെ, മെത്തിയോണിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്. അപ്പം ആ അമിനോ ആസിഡിന്റെ കോഡോൺ ആണ് AUG എന്ന് പറയുന്നത്. അത് നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക? നമ്മുടെ mRNAയിലാണ് നമ്മൾ ഈ AUG എന്ന് പറയുന്ന കോഡോണിനെ കാണാൻ പറ്റുക. ഇനി ഇതിനൊരു ആന്റി കോഡോൺ ഉണ്ട്. ആ ആന്റി കോഡോൺ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ TRNAയിലാണ്, ഈ അമിനോ അസൈൽ TRNAയിലാണ്. സോ AUGക്ക് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ബേസ് സീക്വൻസ് ദാറ്റ് ഈസ് A, അതായത് അഡിനിൻ ഓപ്പോസിറ്റ് ആയിട്ട് യുറാസിൽ വരും, യുറാസിലിന് ഓപ്പോസിറ്റ് ആയിട്ട് അഡിനിൻ വരും, അതുപോലെ ഗ്വാനിന് ഓപ്പോസിറ്റ് ആയിട്ട് സൈറ്റോസിൻ. അപ്പം ഈ രീതിയുടെ ബേസ് സീക്വൻസ് ഉള്ള ഒരു TRNA ആണ് ഈ അമിനോ അസൈൽ TRNA. സോ ഇവർ തമ്മിൽ ഒരുമിച്ച് വരുമ്പോഴത്തേക്കുമാണ് അവിടെ കോഡോൺ ആന്റി കോഡോൺ ഇന്ററാക്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുകയും അവിടെ കറക്റ്റ് ആയിട്ട് ഈ അമിനോ ആസിഡിന്റെ സൈറ്റിൽ, അതായത് ഈ അമിനോ ആസിഡ് വന്ന് ബൈൻഡ് ചെയ്തിരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ ആക്ച്വലി വരുന്ന അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് മെത്തിയോണിൻ. ഞാനിവിടെ അമിനോ ആസിഡിനെ മാറ്റി അവിടെ മെത്തിയോണിൻ എന്ന് കൊടുക്കുകയാണ്. കാരണം ഇവിടെ കോഡോൺ ആന്റി കോഡോൺ ഇന്ററാക്ഷൻ കറക്റ്റായി. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അമിനോ ആസിഡ് എന്ന് പറയുന്നത് മെത്തിയോണിൻ ആണ്. ഇനി നമുക്ക് mRNAയിൽ അടുത്ത റീഡ് ചെയ്യാനുള്ള കോഡോൺ എന്ന് പറയുന്നത് UUU, അതായത് U ആണ്. സോ നമ്മുടെ കോഡോൺ, അതായത് mRNAയിലുള്ള കോഡോൺ UUU, അതാണ് ഇനി അടുത്തത് റീഡ് ചെയ്യാനുള്ളത്. സോ നമ്മൾ ജനറ്റിക് കോഡ് പ്രകാരം U എന്ന് പറയുന്നത് ഫിനൈൽ അലാനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന കോഡോൺ ആണ്. സോ ഈ കോഡോണിന് ആന്റി കോഡോൺ റീജിയൻ, അതായത് നമ്മുടെ TRNAയുടെ ആന്റി കോഡോൺ ആമിൽ ഈ UUക്ക് ഓപ്പോസിറ്റ് ആയിട്ട് AAA എന്ന് പറയുന്ന സീരീസ് ആയിരിക്കണം വരേണ്ടത്. സോ നമ്മുടെ അടുത്ത ഈ അമിനോ അസൈൽ സൈറ്റിൽ അടുത്തത് ഇനി റീഡ് ചെയ്യാനുള്ള കോഡോൺ എന്ന് പറയുന്നത് UU ആണ്. സോ ആ UUവിനെ കോഡ് ചെയ്യണം അല്ലെങ്കിൽ ഡീകോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനി വരുന്ന TRNAയുടെ ആന്റി കോഡോൺ ആമിൽ AAA എന്ന് പറയുന്ന സീരീസ് ആയിരിക്കണം ഉണ്ടായിരിക്കുന്നത്. സോ ഇവര് തമ്മിൽ എന്ത് ചെയ്യും? ഒരു കോഡോൺ ആന്റി കോഡോൺ ഇന്ററാക്ഷൻ അവിടെ നടക്കുകയും സോ ഇവിടെ വരുന്ന ഈ 3' എൻഡിൽ വരുന്ന അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഫിനൈൽ അലാനിൻ ആയിരിക്കും. നമുക്ക് അവിടെ ഫിനൈൽ അലാനിനെ ആഡ് ചെയ്യും. ഇപ്പൊ PHE എന്ന് മാത്രമാണ് കൊടുക്കുന്നത്, ഫിനൈൽ അലാനിൻ. സോ ഇങ്ങനെ നോക്കുമ്പോൾ അമിനോ അസൈൽ സൈറ്റിൽ ഇപ്പൊ നിലവിൽ ഫിനൈൽ അലാനിനെ ക്യാരി ചെയ്യുന്ന TRNA ഉണ്ട്. പെപ്റ്റിഡൈൽ സൈറ്റിൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് അതായത് UAC എന്ന് പറയുന്ന ആന്റികോഡോൺ ഉള്ളത്, അതായത് മെത്തിയോണിനെ ക്യാരി ചെയ്യുന്ന അമിനോ ആസിഡ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇനി എക്സിറ്റ് സൈറ്റിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ എക്സിറ്റ് സൈറ്റ് അവിടെ വേക്കന്റ് ആണ്. ഇനി നമ്മൾ ഈ P സൈറ്റിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ ആണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ആ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈം ഉണ്ട് ഈ പറയുന്ന 3rd സ്റ്റെപ്പിൽ, ഇലോങ്ങേഷൻ സ്റ്റെപ്പിൽ. ആ എൻസൈമിന്റെ പേരാണ് പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്നത്. അപ്പം ഈ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈം ചെയ്യുന്നത് ഈ അമിനോ ആസിഡും അതുപോലെ തന്നെ ഈ TRNA ഇവർ തമ്മിലുള്ള ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും അവിടെ നിന്ന് ഈ പറയുന്ന അമിനോ ആസിഡിനെ മാത്രം എടുത്ത് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും? അടുത്ത് വരുന്ന അമിനോ അസൈൽ TRNA ക്യാരി ചെയ്യുന്ന അമിനോ ആസിഡിനകത്തേക്ക് അതിനെ കണക്ട് ചെയ്യിപ്പിക്കുന്നു.
സോ ഹിയർ ഇവിടെ ഈ മെത്തിയോണിൽ നിന്നും ഈ പറയുന്ന tRNA ഒരു ബോണ്ട് ഉണ്ടായിരുന്നു. ആ ബോണ്ടിനെ ആര് ബ്രേക്ക് ചെയ്തു? പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈം ബ്രേക്ക് ചെയ്തിട്ട് ഈ മെത്തിയോണിനെ എവിടെ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യും? നമ്മുടെ ഫിനൈൽ അലാനിനെ ക്യാരി ചെയ്യുന്ന tRNAയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യും. ഓക്കെ, സോ നമ്മുടെ ഡയഗ്രത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. സോ ആ മെത്തിയോണിനെ ക്യാരി ചെയ്തുകൊണ്ടിരുന്ന tRNA ആ മെത്തിയോണിനെ ഫിനൈൽ അലാനിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ആ tRNA, അതായത് tRNA മാത്രം എങ്ങോട്ടേക്ക് മൂവ് ചെയ്തു? നമ്മുടെ എക്സിറ്റ് സൈറ്റിലേക്ക് മൂവ് ചെയ്ത് ഇവിടെ നിന്നും അത് നമ്മുടെ സെല്ലിനകത്തേക്ക് തന്നെ പോവുകയാണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ സൈറ്റിൽ, അതായത് പെപ്റ്റൈഡ് സൈറ്റ്, ഓക്കെ, അല്ലെങ്കിൽ പെപ്റ്റിഡൈൽ സൈറ്റ് ആണിത്. ഈ സൈറ്റിൽ ഇപ്പം നിലവിൽ ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടന്നു കഴിഞ്ഞു. സോ ഏതൊക്കെ അമിനോ ആസിഡ് തമ്മിൽ? മെത്തിയോണിനും ഫിനൈൽ അലാനിനും തമ്മിൽ ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ അവിടെ നടന്നു. ഇനി അടുത്ത എ സൈറ്റിലേക്ക് വരികയാണെങ്കിൽ അടുത്ത tRNA അവിടെ ഒന്ന് ബൈൻഡ് ചെയ്യാണ്. സോ ആ tRNA ക്യാരി ചെയ്യുന്ന അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഗ്ലൈസിൻ ആണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഇനി റീഡ് ചെയ്യാനുള്ള അടുത്ത കോഡോൺ എന്ന് പറയുന്നത് GGC ആണ്, അതായത് GGC. സോ GGC എന്ന് പറയുന്നതാണ് ഇനി റീഡ് ചെയ്യാനുള്ള കോഡോൺ. അത് നമ്മുടെ mRNAയിലാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഈ GGCനെ കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് നൺ അതർ ദാൻ ഗ്ലൈസിൻ. അപ്പം ഗ്ലൈസിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് ആണ് ഈ GGCനെ കോഡ് ചെയ്യുന്നത്. അപ്പം ഈ കോഡോണിന് ഓപ്പോസിറ്റ് ആയിട്ട് ആന്റി കോഡോൺ ആം വരുന്നത് CCG ആയിരിക്കും. അപ്പം CCG കറക്റ്റ് കോഡോൺ ആന്റി കോഡോൺ ഇന്ററാക്ഷൻ കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ 3' എൻഡിൽ, ഈ tRNAയുടെ 3' എൻഡിൽ വരുന്ന അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഗ്ലൈസിൻ ആയിരിക്കും. സോ ഗ്ലൈസിനെ ക്യാരി ചെയ്യുന്ന tRNA ഇവിടെ ഒന്ന് ബൈൻഡ് ചെയ്യുന്നു. പെപ്റ്റിഡൈൽ സൈറ്റിൽ അവിടെ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടന്നു ബിറ്റ്വീൻ മെത്തിയോണിൻ ആൻഡ് ഫിനൈൽ അലാനിൻ. എക്സിറ്റ് സൈറ്റിൽ മെത്തിയോണിനെ ക്യാരി ചെയ്തുകൊണ്ടിരുന്ന tRNA വരുന്നു. ഇത് ഈ എക്സിറ്റ് സൈറ്റ് വഴി അത് പുറത്തേക്ക് പോകുന്നു. ഓക്കെ, പിന്നെ നേരത്തെ പ്രോസസ്സ് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. സോ അടുത്തത് ഇനി റീഡ് ചെയ്യാനുള്ള കോഡോൺ. അപ്പൊ നമ്മൾ ഇത്രയും സെക്ഷൻ റീഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് റീഡ് ചെയ്യാനുള്ളത് അഗെയിൻ ഒരു GGA എന്ന് പറയുന്ന കോഡോൺ ആണെന്ന് വിചാരിക്കും. ഓക്കെ, സ്റ്റിൽ ഈ GGA എന്ന് പറഞ്ഞ കോഡോൺ കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഗ്ലൈസിൻ ആണ്. സോ ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആന്റി കോഡോൺ റീജിയൻ എന്ന് പറയുന്നത് CCU ആയിരിക്കും. അപ്പോൾ ദാ ഇവിടെ എഴുതിയിട്ടുണ്ട് CCU. അപ്പം ഈ CCU ആന്റി കോഡോൺ ഉള്ള tRNA ക്യാരി ചെയ്യുന്ന അമിനോ ആസിഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഗ്ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ആയിരിക്കും. സോ അയാളാണ്, ആ അമിനോ ആസിഡ് ആണ് ഇപ്പം നമ്മുടെ A സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. P സൈറ്റിൽ നമുക്കിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടന്നിരിക്കുകയാണ്. അതായത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഗ്ലൈസിനെ ക്യാരി ചെയ്യുന്ന ആ ഒരു tRNA ഏത് പൊസിഷനിലേക്ക് മൂവ് ചെയ്തു? നമ്മുടെ P സൈറ്റിലേക്ക് മൂവ് ചെയ്തു. സോ ഗ്ലൈസിന്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ഫിനൈൽ അലാനിൻ വന്നിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് മെത്തിയോണിൻ. ഓക്കെ, ഈ ഓർഡറിൽ ഇവിടെ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടന്നിരിക്കുകയാണ്. സോ ഇതിന് മുന്നേ ഇവിടെ നിന്നും മൂവ് ചെയ്ത്, അതായത് tRNA, അതായത് U എന്ന് പറയുന്ന ആന്റി കോഡോൺ ആമുള്ള ഫിനൈൽ അലാനിനെ ക്യാരി ചെയ്തിരുന്ന tRNA എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? നമ്മുടെ എക്സിറ്റ് സൈറ്റിലേക്ക് മൂവ് ചെയ്ത് അത് ഈ എക്സിറ്റ് സൈറ്റിൽ നിന്ന് പുറത്തേക്ക് പോരും. ദെൻ ആ പെപ്റ്റിഡൈൽ സൈറ്റിലേക്ക് അടുത്ത ഗ്ലൈസിനെ ക്യാരി ചെയ്യുന്ന tRNA വന്ന് ബൈൻഡ് ചെയ്യുന്നു. സോ ഇവിടെ ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നു. സോ ഈ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എൻസൈം ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറഞ്ഞ എൻസൈം. സോ ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് സോ ഈ ഒരു ഇലോങ്ങേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയാണ്. സോ ഇനി നമ്മൾ ഇത് കുറച്ചും കൂടെ മുന്നോട്ട് നീങ്ങി കഴിഞ്ഞാൽ, അതായത് റൈബോസോം മൂവ് ചെയ്ത് 3' എൻഡിലേക്ക് മൂവ് ചെയ്യണം. ആ പറയുന്ന പ്രോസസ്സിന്റെ പേരാണ് ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. സോ ട്രാൻസ്ലൊക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ്ലി ഇനി നമുക്ക് റീഡ് ചെയ്യാനുള്ള കോഡോൺ എന്ന് പറയുന്നത് UGA ആണ്. സോ ഹിയർ UGA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റോപ്പ് കോഡോൺ. അപ്പം സ്റ്റോപ്പ് കോഡോൺ ആണ് ഇനി അടുത്തത് റീഡ് ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നില്ല. പകരം ഈ പറയുന്ന ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ള ഒരു സിഗ്നൽ കൊടുക്കുന്നതാണ് UGA എന്ന് പറയുന്നത്. സോ ഇനി അടുത്ത നടക്കാനുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അമിനോ അസൈൽ സൈറ്റ് മൂവ് ചെയ്ത് എങ്ങോട്ടേക്ക് എത്തുന്നു? UGAയിലേക്ക് എത്തുന്നു. അപ്പൊ UGയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ടെർമിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സോ ടെർമിനേഷൻ വരുമ്പോഴത്തേക്കും അവിടെ റിലീസിങ് ഫാക്ടർ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ ഫാക്ടർ അവിടെ ഒന്ന് ബൈൻഡ് ചെയ്യുന്നു.
അപ്പോൾ നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെർമിനേഷൻ ആണ്. സോ ടെർമിനേഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റെപ്പിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മുടെ എ സൈറ്റ്, അതായത് അമിനോ അസൈൽ സൈറ്റിൽ ഇനി നമുക്ക് റീഡ് ചെയ്യാനുള്ള കോഡോൺ എന്ന് പറയുന്നത് UGA ആണ്. ഓക്കെ, അപ്പൊ UGA എന്ന് പറയുന്നത് ഒരു സ്റ്റോപ്പ് കോഡോൺ ആണ്. അപ്പം UGA മാത്രമല്ല, നമ്മുടെ 64 കോഡോൺസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 61 കോഡോൺസ് അമിനോ ആസിഡിനെ കോഡ് ചെയ്യുമ്പം 3 എണ്ണാണ് എന്തിനെ കോഡ് ചെയ്യണത്, സ്റ്റോപ്പ് കോഡോൺസ് ആയിട്ട് ആക്ട് ചെയ്യണത്. അപ്പൊ അതിൽ വരുന്നതാണ് UGA, UAG അല്ലെങ്കിൽ UAA. അപ്പം ഈ വരുന്ന ഏതെങ്കിലും ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് ഇനി അടുത്തത് റീഡ് ചെയ്യാനുള്ളതെങ്കിൽ ഈ പറയുന്ന ടെർമിനേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പിലേക്ക് എത്തി, അതായത് പ്രോട്ടീൻ സിന്തസിസ് അവിടെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ള ഒരു സിഗ്നൽ അവിടെ കൊടുക്കുക. അപ്പം ഇനി റീഡ് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മുടെ ഇവിടെ UGA ആണെന്നുണ്ടെങ്കിൽ അതൊരു തരത്തിലും ഒരു tRNA അവിടെ വന്ന് ബൈൻഡ് ചെയ്യില്ല. പകരം റിലീസിങ് ഫാക്ടർ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ ഫാക്ടർ വരികയാണ്. അതായത് ടെർമിനേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ഫാക്ടറാണ് റിലീസിങ് ഫാക്ടർ അല്ലെങ്കിൽ RF എന്ന് പറയുന്നത്. സോ RF വന്ന് നേരെ എവിടെ വന്ന് ബൈൻഡ് ചെയ്യും, നമ്മുടെ അമിനോ അസൈൽ സൈറ്റിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യും. സോ ഈ ഒരു സാധനം വന്ന് ഇവിടെ ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളൊരു ഇൻഡിക്കേഷൻ ആണ് കൊടുക്കുന്നത്. സോ ആസ് എ റിസൾട്ട് നമ്മുടെ നേരത്തെ നമ്മൾ യൂസ് ചെയ്ത്, അതായത് 3ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ യൂസ് ചെയ്ത പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈം വീണ്ടും വന്നിട്ട് ഈ പറയുന്ന ഈ അമിനോ ആസിഡ്, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ലാസ്റ്റ് അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഗ്ലൈസീനും അതുപോലെ തന്നെ ഈ tRNAയും തമ്മിലുള്ള ഒരു ബോണ്ട് അവിടെ ബ്രേക്ക് ചെയ്യുകയും ഇത്രയും ആൾക്കാർ, അതായത് ഇതൊരു പെപ്റ്റൈഡ് ബോണ്ടാണ്, അപ്പം 4 അമിനോ ആസിഡ്സ് അവിടെ ചേർന്ന് വന്നിട്ടുണ്ട്. സോ ഇതിനി ഇങ്ങനെ നീണ്ടു പോകും. ഇപ്പൊ ഈ ഡയഗ്രത്തിനകത്ത് 4 അമിനോ ആസിഡ്സിനെ മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഇതൊരു പ്രോട്ടീൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഇത്രയും ആൾക്കാർ അവിടുന്ന് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയും നമ്മൾ ഇത്രയും നേരം ക്ലബ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ആൾക്കാരും സെപ്പറേറ്റ് ചെയ്ത് പോകും. അതാണ് ടെർമിനേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെർമിനേഷൻ സ്റ്റെപ്പിൽ 2 ആൾക്കാരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത്. ഒന്ന് പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസും ഒന്ന് റിലീസിങ് ഫാക്ടറും. അപ്പം ഈ 2 ആൾക്കാരും കൂടെ ഒരുമിച്ച് വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എല്ലാം കമ്പൈൻ ചെയ്തിരുന്ന ആൾക്കാരെല്ലാവരും കൂടെ സെപ്പറേറ്റ് ചെയ്തു. അതായത് റൈബോസോമിന്റെ 40S സ്മോളർ സബ് യൂണിറ്റ് സെപ്പറേറ്റ് ചെയ്തു പോകും, ലാർജർ സബ് യൂണിറ്റ് ആയിട്ടുള്ള 60S സെപ്പറേറ്റ് ചെയ്തു പോകും, mRNA സെപ്പറേറ്റ് ചെയ്തു പോകും. നമ്മളിപ്പോൾ പുതിയതായിട്ട് സിന്തസൈസ് ചെയ്യുന്ന പ്രോട്ടീൻ ഇതെല്ലാം വെവ്വേറെ ആയിട്ട് മാറും. ഇനി ഇങ്ങനെ കിട്ടുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ അല്ല. സോ ആ പ്രോട്ടീനെ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യിക്കാനായിട്ട് ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ. ഓക്കെ, അങ്ങനെ നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് എക്സാംസിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരു 10 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റൻ ആണ് ഈ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഡയഗ്രാംസും അതുപോലെ നേരത്തെ പറഞ്ഞ സ്റ്റെപ്സുകളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവർക്കും താങ്ക് യു.